8-ാം സ്ഥലം. ഈശോ ഓസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഗാഗുൽത്താ മലയുടെ ഉച്ചിയിലെത്തും വരെ അവനാകെ സംസാരിച്ചത് അവരോട് മാത്രമായിരുന്നു, ജെറൂസലേമിലെ സ്ത്രീകളോട്. അതും ആശ്വാസത്തിൻ്റെ വർത്തമാനം. ആരുടെയും കുറ്റം പറയാത്ത വീടായിരുന്നു ഞങ്ങളുടേത്. ജോസഫ് ആരെങ്കിലും കുറിച്ച് കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ബേത്ലഹേമിലേക്ക് കഴുതപ്പുറത്തേറ്റി പൂർണ്ണ ഗർഭിണിയായ എന്നെ കൊണ്ടുപോകുമ്പോഴോ സത്രങ്ങളൊക്കെ കൊട്ടിത്തളരുമ്പോഴോ ജോസഫ് പരാതി ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു. എന്നിട്ടും എന്നെ ഒന്ന് ദേഷ്യത്തോടെ നോക്കുക പോലും ചെയ്തിട്ടില്ല. അവനും അങ്ങനെ തന്നെ. ജോസഫ് മരിച്ച ദിവസം എന്നെ ആശ്വസിപ്പിച്ചത് അവനായിരുന്നു. കുറ്റം പറയാനും വെറുക്കാനും ദേഷ്യപ്പെടാനും സങ്കടപ്പെടാനും ഒരുപാടുള്ളപ്പോഴും ആശ്വസിപ്പിക്കാനും കരുത്തേകാനും വാക്കുകളെ ഉപയോഗിച്ചവൻ. അതുകൊണ്ടാണ് അവൻ ജെറുസലേമിലെ സ്ത്രീകളെയും ആശ്വസിപ്പിച്ചത്. ഈ കുറ്റം പറയലുകളും ചീത്തവിളികളും ദേഷ്യപ്പെടലുമൊക്കെ നമുക്ക് നിർത്തണ്ടേ? ഓ മറിയമേ, കൃപയാൽ നിറയ്ക്കണേ, കുരിശിൻ്റെ വഴിയിൽ എന്നെയും ചേർക്കണേ. ഓ മറിയമേ, കൃപയാൽ നിറയ്ക്കണേ, കുരിശിൻ്റെ വഴിയിൽ എന്നെയും ചേർക്കണേ.